വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലെ പ്രധാന വികസന പ്രശ്നങ്ങളിലൊന്നാണ് കാലങ്ങളായി ഗർഭാവസ്ഥയിലുള്ള ഇനിയും ജനിച്ചിട്ടില്ലാത്ത പട്ടം മേൽപ്പാലം. തിരുവനന്തപുരത്തെ പട്ടം ജംഗ്ഷനാണ്. അത് തമ്പാനൂരേക്കുള്ള റോഡാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് അത് കൊല്ലത്തേക്കും കൊട്ടാരക്കരയ്ക്കും ഉള്ള റോഡാണ്. അതുവഴി നേരെ കേശവദാസപുരത്ത് ചെന്നാൽ റോഡ് രണ്ടായി പിരിഞ്ഞ് വലത്തേക്കുള്ളത് കൊട്ടാരക്കരയ്ക്ക് പോകും, ഇടത്തേക്കുള്ളത് കൊല്ലത്തേക്ക് പോകും. ഈ കാണുന്നത് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കുള്ള റോഡാണ്. മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസുകളും അതുപോലെ വാഹനങ്ങളും സ്ഥിരമായി പോകുന്ന റോഡ്. ഇവിടെ വലതുവശത്ത് കാണുന്നത് ഇത് കവടിയാർ ഭാഗത്തേക്കുള്ള റോഡാണ്. അവിടെ നിന്ന് നേരെ പോകുന്നത് ആദ്യം പറഞ്ഞതുപോലെ തമ്പാനൂരേക്കുള്ള റോഡ്. അതായത് ഇതൊരു കവലയാണ് എന്ന് പറയാം. നാല് ഭാഗത്തേക്കും വഴികളുള്ള, നാല് ഭാഗത്തേക്കും തിരക്ക് പിടിച്ച റോഡുകളും വാഹനങ്ങളുമുള്ള ജംഗ്ഷൻ. ഇവിടെ രാവിലെയും വൈകുന്നേരവും ഏതാണ്ട് ഈ പട്ടം ജംഗ്ഷൻ കടക്കാൻ അരമണിക്കൂറിലേറെ വേണ്ടിവരും എന്നാണ് ഡ്രൈവർമാർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതുമൂലം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന രോഗികൾക്ക് ബുദ്ധിമുട്ടാണ്. ഓഫീസുകളിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥർക്കും സാധാരണ മനുഷ്യർക്കും അതുപോലെ സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികൾക്കടക്കം ഈ പട്ടം ട്രാഫിക് കടക്കാനുള്ള ബുദ്ധിമുട്ട് ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളാണ് സൃഷ്ടിക്കുന്നത്. ഇവിടെ ഒരു മേൽപ്പാലം വരണം എന്നൊക്കെയുള്ള കേൾവികളും ആവശ്യങ്ങളും കുറെ കാലം പഴക്കമുള്ളതാണ്. 2012-14 ആദ്യമായി ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് പട്ടം ഫ്ലൈ ഓവർ എന്നൊരു നിർദ്ദേശമുണ്ടായത് DMRCയുടെ ഭാഗത്ത് നിന്ന്. ഇതിപ്പോൾ 2026. അതെവിടെ എത്തി നിൽക്കുന്നു ആ നിർദ്ദേശം എന്ന് നോക്കാം. വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയിൽ ഇഴഞ്ഞു നീങ്ങുകയാണ് പട്ടം ഫ്ലൈ ഓവർ പദ്ധതി. പദ്ധതി നിർദ്ദേശം വന്നിട്ട് പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഫ്ലൈ ഓവറിന്റെ ഒരു തൂണ് പോലും ആയിട്ടില്ല. സമയത്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല, അത് തന്നെയാണ് ബുദ്ധിമുട്ട്. ഇപ്പം ഞാൻ അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോവാണ്, രാവിലെ ഇറങ്ങിയതാണ്. ഈ നല്ല തിരക്കാണ് സിഗ്നലായി. മുകളിൽ കൂടി പാലം വരുമെന്ന് പറയണതേ ഉള്ളൂ, ഇതുവരെ ഒന്നും വന്നില്ല. വന്നാൽ മാത്രമേ ഈ തിരക്ക് ഇവിടെ കുറയുള്ളൂ. ഒരു പാലം അത്യാവശ്യമാണ്. പാലത്തിൻ്റെ ആവശ്യം വളരെ വലുതാണ് ഇവിടെ. ദീർഘവീക്ഷണമില്ലാത്ത വികസന കാഴ്ചപ്പാടിന്റെ ബലിയാടാണ് പട്ടം ഫ്ലൈ ഓവർ പദ്ധതി. തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ഒന്നാം ഘട്ടമായാണ് പട്ടം ഫ്ലൈ ഓവർ വിഭാവനം ചെയ്തത്. നിലവിൽ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി മുന്നോട്ട് പോകുന്നത്. പട്ടം ഫ്ലൈ ഓവർ പൂർത്തിയായാൽ ഏകദേശം എങ്ങനെയുണ്ടാവും എന്ന് ചിന്തിക്കുന്നത് കൗതുകകരമാണ്. ഇതൊരു സംയോജിത രൂപകൽപ്പനയാണ്. അതായത് മെട്രോ തൂണുകൾക്ക് മുകളിലൂടെ മെട്രോ പാതയും താഴെ ഫ്ലൈ ഓവറും വരുന്ന ഷെയർഡ് സ്ട്രക്ചർ. സ്ഥലമേറ്റെടുപ്പിന്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനാണ് ഈ ഡിസൈൻ. കേശവദാസപുരം മുതൽ പ്ലാമൂട് വരെ ഏകദേശം 1.08 കിലോമീറ്റർ നീളത്തിലാണ് പട്ടം ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ 2017 മെട്രോ നയം അനുസരിച്ച് പുതുക്കിയ DPR സമർപ്പിച്ചിട്ടുണ്ട്. ശ്രീകാര്യം ഫ്ലൈ ഓവർ നിർമ്മാണത്തിന് പിന്നാലെ പട്ടം ഫ്ലൈ ഓവറിന്റെ പൈലിംഗ് ജോലികൾ ആരംഭിക്കുമെന്നാണ് കരുതുന്നത്. മെട്രോ അലൈൻമെന്റ് ഫിക്സ് ആവുന്ന മുറയ്ക്ക് നിർമ്മാണം ആരംഭിക്കാൻ വേണ്ടി 137 കോടി രൂപയാണ് KRFBയിൽ നിന്നും അതിനനുവദിച്ചിരിക്കുന്നത്. ഭൂമിയുടെ തുക മുഴുവൻ കൈമാറിക്കഴിഞ്ഞു. പാലം ഈ അലൈൻമെന്റ് ഫിക്സ് ആവുന്ന മുറയ്ക്ക് നിർമ്മാണം ആരംഭിക്കും. മെട്രോയുടെ അലൈൻമെന്റ് ഏത് നിലയിലാണ് കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇനി ഫൈനലാവാനിരിക്കുന്നതേ ഉള്ളൂ. മെഡിക്കൽ കോളേജ് വഴി വരുമെന്നാണല്ലോ ഇപ്പോൾ ഫൈനലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും DPR വരേണ്ടത്. ഇപ്പോൾ അലൈൻമെന്റ് ഫിക്സ് ആക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് കൊച്ചിൻ മെട്രോ റെയിൽ കോർപ്പറേഷൻ അനുവാദം തരുമ്പോഴേ നമുക്ക് അതിന്റെ നിർമ്മാണം ആരംഭിക്കാൻ വേണ്ടി കഴിയും. 2012-2014 കാലത്ത് DMRC തയ്യാറാക്കിയ ലൈറ്റ് മെട്രോ പദ്ധതിയുടെ ഭാഗമായാണ് പട്ടം ഫ്ലൈ ഓവർ എന്ന നിർദ്ദേശം ആദ്യമായി വരുന്നത്. 2017-2019 കാലത്ത് കൂടുതൽ കെട്ടിടങ്ങൾ പൊളിക്കുന്നത് ഒഴിവാക്കാൻ ഫ്ലൈ ഓവറിന്റെ നീളം പ്ലാമൂട് വരെ നീട്ടാൻ തീരുമാനിച്ചു. 2019 ഇതിനായുള്ള സാമൂഹിക ആഘാത പഠനത്തിന് സർക്കാർ അനുമതി നൽകി. 2021-2022 കാലത്ത് കിഫ്ബി വഴി സ്ഥലമേറ്റെടുപ്പിന് ഫണ്ട് അനുവദിച്ചു. 2024-25 കാലത്ത് പദ്ധതിയുടെ ചുമതല KMRL ഏറ്റെടുത്ത് സാധാരണ മെട്രോ രീതിയിലേക്ക് മാറ്റി. വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് ലൈനുകളും KSEB ലൈനുകളും മാറ്റിസ്ഥാപിക്കുന്നതാണ് നിർമ്മാണത്തിലെ വലിയ വെല്ലുവിളി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം അവസാനിക്കുന്ന മെയ് 6 ശേഷം പട്ടം ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം സംബന്ധിച്ച് പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും. തിരുവനന്തപുരം മെട്രോയുടെ അലൈൻമെന്റ് പുനരാലോചിക്കുന്നു. അതിനുശേഷം ശ്രീകാര്യം ഫ്ലൈ ഓവറിന്റെ പണി പൂർത്തിയാക്കി പട്ടം മേൽപ്പാലത്തിന്റെ പണി തുടങ്ങണം. ഇതൊക്കെയാണ് നിലവിലുള്ള സ്ഥിതി. റോഡിൽ പാഴാകുന്ന നമ്മുടെ സമയങ്ങൾ എത്രയോ കൂടുതലാണ്. രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കേണ്ടത് അവനവന്റെ ജീവിതത്തിന് പ്രയോജനപ്പെടുത്തേണ്ടത്. സർക്കാർ ആലോചിക്കേണ്ടത് വികസനം എന്ന് ചിന്തിക്കുമ്പോൾ സമയബന്ധിതമായി പൂർത്തിയാക്കണം എന്നതാണ്. മനുഷ്യന്റെ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ്. സായ് സൂര്യക്കൊപ്പം R. ബിനോയ് കൃഷ്ണൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.